2024 നീറ്റിന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈനൽ ഡിസിഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. റിവൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്തു, ഓൾറെഡി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം, അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അത് കൂടാണ്ട് മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറോ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നീറ്റിന്റെ റിസൾട്ട് 1.5 മാസം മുന്നേ പബ്ലിഷ് ചെയ്തിരുന്നുവെങ്കിലും അതിനുശേഷം നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് സുപ്രീം കോടതിയിൽ കേസായിട്ട് വരികയും അതിനുശേഷം അറൌണ്ട് ഒരു 3 days ബാക്ക് ആണ് എന്ത് ചെയ്തേക്കുന്നത് അതിന്റെ ഒരു വെർഡിക്റ്റ് വരികയും ചെയ്തത്. കറന്റ്ലി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്ന റിവൈസ്ഡ് റിസൾട്ടിന് പ്രകാരം 13,15,044 വിദ്യാർത്ഥികളാണ് ടോട്ടലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന റിസൾട്ടിൽ 40%, അതായത് OBC SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്വാളിഫൈഡ് ആകാനായിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 129 മാർക്കായിരുന്നു. അതിപ്പോ 2 മാർക്ക് കുറഞ്ഞിട്ട് 127 മാർക്കായി മാറിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിലുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് വേണ്ടിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45th പെർസെന്റേജിലാണ്, 45% വേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് റിസൾട്ടിൽ 45% ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 146 മാർക്കാണ്. ആ ഒരു 45th പെർസെന്റേജിലും 2 മാർക്ക് കുറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, 144 മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് വേണ്ടത് 50% മാർക്കാണ് വേണ്ടിയിരുന്നത്. സോ 50% മാർക്ക് നമ്മുടെ ഫസ്റ്റ് വന്ന റിസൾട്ടിന് പ്രകാരം 163 മാർക്കായിരുന്നു, അതിപ്പോ 161 മാർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിപ്പോ 40% അത് കൂടാണ്ട് 45%ലും 50% എടുക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ മാർക്കിനകത്ത് 2 മാർക്ക് വീതമാണ് ടോട്ടലായിട്ട് കുറഞ്ഞിട്ടുള്ളത്. കറന്റിൽ ഈ ഒരു റിവൈസ്ഡ് റിസൾട്ടിൽ ഇങ്ങനെ ഒരു 2 മാർക്ക് കുറയാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീറ്റിന്റെ എക്സാമിനേഷനിലെ ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യന് 2ാമത്തെ ചോയ്സിനും 4ാമത്തെ ചോയ്സിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചോയ്സിന് മാത്രമേ മാർക്ക് കൊടുക്കാനായി സാധിക്കത്തുള്ളൂ എന്നും അതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് ഡൽഹി IIT ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡൽഹി IIT അതിലെ 4th ചോയ്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് കണ്ടെത്തുകയും ചെയ്തു. സോ അങ്ങനെ തെറ്റായിട്ട് ആൻസർ കൊടുത്ത് ഏകദേശം 4,22,000 വിദ്യാർത്ഥികൾക്ക് 5 മാർക്ക് വെച്ച് കുറയുകയുണ്ടായി. സോ ആ ഒരു ഡിഫറൻസ് ആണ് പുതിയ റിസൾട്ട് വന്ന സമയത്ത് എല്ലാ പെർസെന്റേജിലും എന്ത് വന്നിരിക്കുന്നത് 2 മാർക്ക് വെച്ച് കുറഞ്ഞിട്ടുള്ളത്. സോ ഇനിയിപ്പോ കറന്റിൽ എന്താണ്, എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ആയി. ഇനി നമ്മൾ എന്താണ് കൗൺസിലിംഗിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. സോ എന്ത് ചെയ്യാ, നീറ്റിന്റെ പുതിയ റിസൾട്ടിൽ, റിവൈസ്ഡ് റിസൾട്ടിൽ നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നുണ്ട്. സോ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോസ് വളരെ വേഗത്തിൽ ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.